കോഴിക്കോട് നടുവന്നൂരിൽ പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റിനെതിരെ പരാതിയുമായി നാട്ടുകാർ. പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പ്ലാന്റ് വന്നതെന്നും പരിസരവാസികൾക്ക് പല രോഗങ്ങളും പിടിപെട്ടതായും ആരോപണമുണ്ട്. അധികാരികളും വിഷയത്തോട് മുഖം മറയ്ക്കുകയാണെന്ന് പരിസരവാസികൾ പറയുന്നു. കോഴിക്കോട് നടുവന്നൂർ പറമ്പിൻകാട് മലയിലാണ് പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത്. തീർത്തും ജനവാസ മേഖലയായ പ്രദേശത്ത് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്ലാന്റ് വന്നതെന്നും ആരോപണമുണ്ട്. നേരത്തെ ഓണറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് തുടങ്ങുന്നതെന്ന്. ആ ഒരു സമയത്ത് പറഞ്ഞത് ജനങ്ങൾക്ക് കുറച്ച് ഇവിടെയുള്ള ആളുകൾക്ക് തൊഴിൽ, അതേപോലെ തന്നെ എനിക്കൊരു ചെറിയ വരുമാനം. ജനവാസ മേഖലയിൽ ഇത്തരമൊരു സ്ഥാപനം അപകടകരമാണെന്നും പരിസരവാസികൾക്ക് രോഗങ്ങൾ പിടിപെട്ടതായും വാർഡ് മെമ്പർ പറയുന്നു. അതേസമയം കമ്മിറ്റി രൂപീകരിക്കുകയും സംയുക്ത സമരസമിതി രൂപം കൊണ്ട് ഫ്രണ്ട്സ് കലാ സാംസ്കാരിക വേദിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം എല്ലാ ആളുകളും മുന്നോട്ട് ഇറങ്ങി വന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് പഠിച്ചതിന് ശേഷം വ്യവസായ വകുപ്പിൽ, പൊല്യൂഷൻ കൺട്രോളിൽ, അതേപോലെ തന്നെ കളക്ട്രേറ്റിൽ, പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അധികാരികൾക്ക് മുൻപിൽ പരാതിയുമായി എത്തുമ്പോൾ മുഖം തിരിക്കുന്ന സമീപനമാണ് ഉള്ളത്. HI അതേപോലെ തന്നെ ആശാ വർക്കർ ഞാനും കൂടി ഇതിനകത്ത് പോയി നോക്കിയ സമയത്ത് കണ്ടത് പൊടിച്ച കുറേ വേസ്റ്റുകളും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഗ്രാനുൾസ് ആക്കി വെച്ച ചാക്കിലുള്ള കട്ടയായുള്ള സാധനങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. കെട്ടിക്കിടക്കുന്ന മാലിന്യം മൂലം പ്രദേശത്തെ കിണറുകളും മലിനമാകുന്നതായി ആരോപണമുണ്ട്. പ്ലാന്റിനെതിരെ നടപടി സ്വീകരിക്കും വരെ സമര പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ജനം, കോഴിക്കോട്.